ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ എന്ന് വെച്ചിരുന്നാൽ ഞാനൊരു റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. കുറച്ച് ദിവസം മുന്നേ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സും അതിന്റെ ജോബ് സാധ്യതകളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കമന്റ്സുകൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. കോഴ്സ് നല്ല കോഴ്സ് തന്നെയാണ്, പക്ഷേ ഇത് പഠിച്ചിറങ്ങിയതിന് ശേഷമുള്ള ട്രെയിനിങ് പീരീഡ് കാരണമാണ് ഒരുപാട് സ്റ്റുഡൻസ് ഇത് ഡ്രോപ്പ് ചെയ്ത് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കമന്റ്സ് ഒക്കെ ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സ്റ്റുഡൻസിന് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും എന്തൊക്കെയാണെന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ ആം ഷെഫ് വിജിൽ, അതോടൊപ്പം തന്നെ ഒരു സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനർ. ഇനി പോസിറ്റീവുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിരുന്നാൽ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ജോബ് സാധ്യതകൾ, പല സ്ഥലത്ത് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ, നിങ്ങളുടെ ഫാമിലിയുടെ ഗ്രോത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ, ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ്. എല്ലാ ഫീൽഡിലും പോസിറ്റീവും നെഗറ്റീവും ഉള്ളതുപോലെ തന്നെയാണ് ഹോട്ടൽ ഫീൽഡിലും. ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതിന് ശേഷമുള്ള ഫീൽഡുകളിൽ എല്ലാത്തിലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇനി നെഗറ്റീവ്സ് എന്തൊക്കെയാന്ന് വെച്ചിരുന്നാൽ, നമുക്ക് ഡ്യൂട്ടി ടൈം ഒരുപാട് കൂടുതലാണ്. അത് മാത്രമല്ല സീനിയേഴ്സ് ഒരുപാട് നമ്മളെ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഫെസ്റ്റിവൽസിന് നമുക്ക് ലീവ് കിട്ടാറില്ല. പിന്നെ സീനിയേഴ്സ് ഒരുപാട് ഡ്യൂട്ടി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഇതൊക്കെയാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള നെഗറ്റീവ്സ്. ഇത് കാരണം കൊണ്ടായിരിക്കും പല സ്റ്റുഡൻസുകളും ഹോട്ടൽ മാനേജ്മെന്റ് ട്രെയിനിങ് പീരീഡിൽ തന്നെ നിർത്തി പോകുന്നത്. ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ കോട്ടുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. നമുക്ക് ഡ്യൂട്ടി അവേഴ്സ് ഒരുപാട് കൂടുതലായിട്ടുള്ള പല ജോബുകളുണ്ട്. അത് ഹോട്ടൽ ഫീൽഡ് മാത്രമല്ല, നമ്മളൊരു സക്സസിലേക്ക് പോകുന്ന വഴിക്ക് പല നെഗറ്റീവ്സുകളും നമ്മൾ തരണം ചെയ്യേണ്ടി വരും. ആ നെഗറ്റീവ്സ് എല്ലാം നമ്മൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സക്സസിലേക്ക് എത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. ഏത് ജോബിനും അതിന്റെ പിറകിലേക്ക് നോക്കുമ്പോഴേക്കും, സക്സസ് ആയവരുടെ കാറ്റഗറി എടുത്തു നോക്കുമ്പോഴേക്കും, പിറകിലേക്ക് നോക്കുമ്പോഴേക്കും ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരിക്കും. അത് ഹോട്ടൽ ഫീൽഡ് മാത്രമല്ല, എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെയാണ്. ഇനി ഈ നെഗറ്റീവ് പറയുന്നവരുടെ കമന്റ്സ് കേട്ട് വെച്ചിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ പിറകിലേക്ക് വലിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അത് ഇന്നോടെ നിർത്തിയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലത്തേക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ സക്സസിലത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുക. ഈ പറയുന്നവരെല്ലാം പിറകിലേക്ക് പോകും. സക്സസ് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ചൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇതൊരു ഹോട്ടൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, വേറെ ഏത് കോഴ്സ് ആയിക്കോട്ടെ, ഇനിഷ്യൽ സ്റ്റേജിൽ സ്ട്രഗിളിംഗ് ഉണ്ടാവും. സക്സസ് വേണമെങ്കിൽ കഷ്ടപ്പെടുക, മുന്നോട്ട് പോകും. അപ്പൊ ഫ്രണ്ട്സ്, ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിനെ കുറിച്ചിട്ടോ ഈ ഒരു ഫീൽഡിനെ കുറിച്ചിട്ടോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യുകയോ DM ചെയ്യുകയോ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.